സാഗർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഇന്നലെ വൈകിട്ട് വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ വണ്ടിയും കാര്യങ്ങളെല്ലാം പോയി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ആവുന്നു. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മുടെ വണ്ടിയുടെ മുതലാളിയുടെ വീട്ടിൽ കൊണ്ട വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. അവിടെ നിന്നാണ് വണ്ടിയിൽ നിന്ന് ട്രിപ്പും കാര്യങ്ങളെല്ലാം പോകുന്നത്. നമ്മളിവിടെ വണ്ടിയിൽ കയറി എയറും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ട്രിപ്പിൽ പോകുന്നില്ല, വണ്ടിയിൽ പിള്ളേർ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഞാനും ഇന്ന് വൈകിട്ട് മുതലാളി വീട്ടിൽ കിടന്നിട്ട് നാളെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു വണ്ടിയും കാര്യങ്ങളെല്ലാം നോക്കാൻ പോകും. ഓക്കെ, പുള്ളിക്ക് ഒരു BS6 വണ്ടിയും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി വണ്ടി കാര്യങ്ങളെല്ലാം സെയിലിനാണ്. സോ അതുകൊണ്ടാണ് ഒരു BS6, കാരണം ഇപ്പോൾ BS6 യുഗമാണല്ലോ. സോ ഓട്ടോ വിളിക്കുന്നവർക്കെല്ലാം BS6 മതി. ഇന്ന വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് എല്ലായിടത്തുനിന്നും വിളിക്കുന്നത്. സോ അപ്പം അതുകൊണ്ട് പുള്ളിക്കൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കാൻ പോകുന്നു. സോ അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പുള്ളിയുടെ വീട്ടിൽ പോകണം. ഓക്കെ, ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട്. അവിടെ ചെന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടിട്ട് രാത്രിയിലാണ് ഓട്ടവും കാര്യങ്ങളൊക്കെ. ഓക്കെ, ചെറിയൊരു വില്ലേന്ന് നോർമലായിട്ട് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ എന്തോ ചെറിയ ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പിള്ളേരാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് കയറ്റിയിടാന്ന് ഞാൻ ഓർത്ത്, പിന്നെ അണ്ണൻ പറഞ്ഞത് നേരെ റിവേഴ്സ് എടുത്തിട്ടോടാ, വൈകിട്ട് ഇറക്കിക്കൊണ്ട് പോകണ്ടല്ലേ. സോ വെറുതെ ഇനിയിപ്പം അപ്പോൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. സോ അപ്പോൾ ഞാൻ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം അപ്പോൾ അത് റിവേഴ്സും കാര്യങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇപ്പം നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് പോയി ചായയും കാര്യങ്ങളെല്ലാം കുടിക്കും. ഇപ്പോൾ സമയം ഒരു 5 മണി 6 മണി ആവുന്നു കേട്ടോ. നമുക്കൊരു 8 മണി 9 മണിയാകുമ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കഴിച്ചത് ഫൈനലി അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പോയി ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ കഴിച്ചത് അങ്ങനെ ഒരു ചെറിയൊരു ഉറക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് ജസ്റ്റ് ഫ്രഷ് ഒന്ന് ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പതുക്കെ പോകണം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഓക്കെ, അവർക്കൊരു 10 മണിയൊക്കെ ആകുമ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇപ്പം ഞാനാണ് പോകുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഈ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവന്മാർ ഗ്യാപ്പ് ഇട്ട് വേറെ വണ്ടിയിൽ കയറിയേക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ ട്രിപ്പ് കഴിഞ്ഞ് വന്ന വഴിയാണ് നമ്മൾ വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവന്മാരുടെ വണ്ടിയിൽ ഓൾറെഡി ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവരപ്പോൾ തൽക്കാലത്തേക്ക് അപ്പം അവിടുന്ന് ഈ വണ്ടിയിലോട്ട് കയറിക്കോളും. അപ്പം ഞാനും അണ്ണനും കൂടെ തിരിച്ചിങ്ങ് പോരുകയും ചെയ്യും. ഓക്കെ, അപ്പം മറ്റേ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ആൾ കയറുന്നത് അങ്ങോട്ട് വന്നേക്കാമെന്നാണ് പറഞ്ഞേക്കെ. ഓക്കെ, നമ്മൾ അത്യാവശ്യം വണ്ടിയിൽ ഡീസലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തു. വേറെ ഒന്നും കണ്ടല്ലോ, എൻട്രി എടുക്കാറാകുമ്പോൾ ഇട്ടാൽ മതിയല്ലോ. കാരണം ലൈറ്റ് കിടന്ന് ഇടിച്ചിടിച്ചിടിച്ച് നമുക്ക് തന്നെ ഒരു ഇതാണ്. ഓക്കെ, നമ്മളങ്ങ് ഓപ്പണായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പുറമേ നോക്കുന്ന ലുക്കാണെങ്കിലും ഡ്രൈവിങ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തെത്തി ഇവിടെ വില്ലയിലോട്ട് കയറുവാണ്. അപ്പോൾ അവന്മാർ അങ്ങനെ ആളെല്ലാം പതുക്കെ പതുക്കെ ഇറങ്ങുന്നു. അപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കയറ്റി തിരിച്ചുകൊണ്ട് നിർത്തണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം ആളെ കയറ്റാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസത്തെ ട്രിപ്പാണ്. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ മറ്റന്നാൾ രാവിലെ അല്ലെ വൈകിട്ടത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ സോ ആ ഗ്യാപ്പിൽ നമ്മൾ വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നു. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. അപ്പം നമ്മുടെ ട്രാവലറും ഓട്ടത്തിലാണ്. ഓക്കെ, അവന് നിന്ന് ഇരിക്കാൻ സമയമില്ല എന്ന് പറയുന്ന പോലെ അത്യാവശ്യം എല്ലാ ഓട്ടവും കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരുവിധം കുഴപ്പമില്ലാത്ത. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഒതുക്കി ആളെല്ലാം കയറി തീരാറാവുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കണം. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ വിട്ടോ, വഴി വെച്ച് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന്. വഴി വെച്ച് അവൻ കയറിക്കോളാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ജസ്റ്റ് കുറച്ചങ്ങ് പോവാണ്. ഓക്കെ, ഇവിടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അവന്മാരങ്ങ് വന്നേക്കാമെന്നാണ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അണ്ണൻ പുറകെ കാറയിൽ വന്നോളാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അവന്മാർ പറഞ്ഞ സ്ഥലത്തോട്ട് ഇവിടുന്ന് ഒരു 5 മിനിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വെറുതെ വണ്ടിക്കാരെ ഇവിടെ ഇരുത്തി മുഷിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങ് പോകുന്നു. ഞാനിന്ന് പോയേനെ, ബട്ട് മൊത്തത്തിൽ മടുപ്പായി പോയി ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഈ ട്രിപ്പിൽ പോയതിന് ക്ഷീണമായി പോയി. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോകണ്ടെന്ന് വെച്ചത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളും നോക്കണ്ടേ. നമ്മുടെ ട്രാവലറാണെങ്കിൽ ഓട്ടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് വന്നിട്ട് അടുത്ത് വെളുപ്പിനെ പോയേക്കുവാണ്. നമ്മളങ്ങനെ ഇവിടെ അവന്മാർ പറഞ്ഞ സ്ഥലത്ത് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ടാക്കി അവന്മാരിപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫൈനലി അവന്മാർ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അണ്ണൻ അവിടെ ഇപ്പം അണ്ണനും ഇപ്പോൾ എത്തും. അപ്പം
അമ്മരുമായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം കൈമാറിയിട്ട് നമ്മളിപ്പോൾ വണ്ടി അണ്ണൻ്റെ കൂടെ കയറി വീട്ടിലോട്ട് പോകട്ടോ. അപ്പോൾ അതെ അങ്ങനെ ഫൈനൽ ചെയ്ത് അവന്മാർ വണ്ടിയൊക്കെ ആയിട്ട് ആളെ കയറ്റി പോയി. അപ്പോൾ അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ തിരിച്ച് വീട്ടിൽ പോകണമൊക്കെ. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. വീട്ടിൽ ചെല്ലുക, കിടന്നൊന്ന് ഉറങ്ങുക. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇറങ്ങണം വണ്ടിയും കാര്യങ്ങളെല്ലാം നോക്കാൻ പോകാനൊക്കെ. അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ രാവിലെ തിരക്കായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ പോകാൻ. അല്ലെ പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരവ് ചടങ്ങാണ്. ഓക്കെ, അത്യാവശ്യം ഇവരുടെ ഗ്യാരേജ് കുറച്ച് പുള്ളിയുടെ വീടും കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടും അത് പോസിബിളല്ല. പോയിട്ട് വരുന്നത് ചടങ്ങാണ്. സോ അതുകൊണ്ട് നമ്മളിന്നിവിടെ കിടക്കണം. ഓക്കെ, ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയും കാര്യങ്ങളെല്ലാം റീച്ചും കാര്യങ്ങളെല്ലാം കുറവാണ്. ഓക്കെ, അപ്പം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഡെയിലി ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. ഇടയ്ക്ക് വല്ല 1-2 ദിവസം ഇടാതെ ഇരുന്നാലേ ഉള്ളൂ. ഓക്കെ, അപ്പോഴത്തേ അങ്ങനെ ഫൈനലി നമ്മൾ അണ്ണൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കി. അപ്പോൾ അകത്ത് എല്ലാവരും കടന്നു കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കടന്നു. ഇനിയിപ്പോൾ ഞാനും അണ്ണനും കൂടെ കയറി കിടക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.